റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നിലേറെ സിനിമകൾ ഷൂട്ട് ആരംഭിച്ചതും അല്ലെങ്കിൽ ഷൂട്ട് ആരംഭിക്കാൻ നിന്നെടുത്തെന്ന് വെച്ചിട്ട് മുടങ്ങിപ്പോയതുമായിട്ടുള്ള ചില സിനിമകളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബസുക്ക എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് എല്ലാം പൂർണ്ണമായിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലറോ മറ്റോ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ക്രിസ്മസ് റിലീസായിട്ടോ അതല്ലെങ്കിൽ ഓണം റിലീസായിട്ടോ, ആദ്യം നമ്മൾ ഓണം റിലീസായിട്ട് പ്രതീക്ഷിച്ചു, പിന്നെ ഏതാണ്ട് പൂജവെപ്പിൻ്റെ റിലീസായിട്ട് പല ആൾക്കാരും പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ക്രിസ്മസ് റിലീസായിട്ടൊക്കെ പല ആൾക്കാരും കണക്കാക്കുന്ന സിനിമയാണ് ഡിനോ ഡെന്നീസ് ഡയറക്റ്റ് ചെയ്ത് മമ്മൂക്ക നായകനാവുന്ന ബസുക്ക എന്ന് പറയുന്ന സിനിമ. അതായത് ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നു. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ഉള്ള സിനിമയാണ് ബസുക്ക. പക്ഷേ ബസുക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ബസുക്ക എപ്പോൾ റിലീസാവുന്നെന്നോ ബസുക്കയുടെ ഷൂട്ട് മുഴുവൻ പൂർത്തിയായിട്ടുണ്ടോ, ഇടയ്ക്ക് നമുക്കറിയാം അത് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വന്നെടുത്തെന്ന് വെച്ചാണ്. പിന്നെ ബസുക്കയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരുന്ന സമയത്ത് മമ്മൂക്ക മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് പോയി. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഗൗതം വാസുദേവ മേനോൻ്റെ അസൗകര്യം കൊണ്ട് ബസുക്കയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് മമ്മൂക്കയുടെ ഭാഗം പൂർണ്ണമായി, ബാക്കി ഗൗതം വാസുദേവ മേനോൻ്റെ അസൗകര്യം മൂലം ആ സിനിമയുടെ ഷൂട്ട് ഏതാണ്ട് മുടങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ അദ്ദേഹം ജോയിൻ ചെയ്യുകയും ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായെന്നുള്ള വാർത്തകൾ പിന്നീട് നമ്മൾ കേട്ടു. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു ട്രെയിലറും മറ്റുമൊക്കെ റിലീസ് ചെയ്തിട്ട് പോലും ഇപ്പം നിലവിൽ സിനിമയുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. എപ്പോൾ റിലീസാവുമെന്നോ അതോ ഷൂട്ടിംഗ് മുഴുവൻ പൂർത്തിയായതിനു ശേഷമാണോ ട്രെയിലർ റിലീസ് ചെയ്തതെന്നോ ഒന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല. അതെപ്പോഴാണ് റിലീസ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കും. മറ്റൊരു സിനിമ റാമാണ്. റാം എന്ന് പറയുന്നത് അതിൻ്റെ 2 പാർട്ടായിട്ട് ഒരുക്കുന്നെന്ന് പറയുന്ന ആശീർവാദിൻ്റെ തന്നെ സിനിമ, ലാലേട്ടൻ നായകനായ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. റാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ കേട്ടത് റാമിൻ്റെ ഏതാണ്ട് ഷൂട്ടിംഗ് ഏതാണ്ട് പൂർണ്ണമായി എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഒരു 50 ദിവസത്തെ വർക്ക് കൂടെ ബാക്കിയുണ്ട്. പിന്നെ പറഞ്ഞു കുറച്ച് ഭാഗങ്ങളുടെ ഒരു റീഷൂട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ റാമിനെ കുറിച്ച് നമ്മൾ കേട്ടു. പിന്നെ പറഞ്ഞു റാം തൻ്റെ ഉടനെ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിദേശ രാജ്യങ്ങളിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെ അനുമതി കിട്ടാനുള്ള താമസം മൂലമാണ് റാമിൻ്റെ ഷൂട്ടിംഗ് നിലച്ചു നിൽക്കുന്നത്, അത് തുടരാൻ പറ്റാത്തെന്നുള്ള സാഹചര്യത്തിൽ. ഒരു പക്ഷേ ഇന്ന് റാം എന്ന് പറയുന്ന സിനിമ തന്നെ ഉണ്ടാവുമോ എന്നുള്ള സംശയത്തിൽ ഇപ്പോൾ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിത്തു ജോസഫ് മറ്റ് ചില പ്രോജക്റ്റുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ റാം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇനി ആരംഭിക്കാനോ അല്ലെങ്കിൽ അത് പൂർത്തിയായി തിയേറ്ററിൽ എത്താനോ ഉള്ള സാഹചര്യം തന്നെ സംശയമാണ്. മറ്റ് ഒന്നെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ തന്നെ L360 എന്ന ഒരു സിനിമ, തരുൺ മൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ്. അതായത് അത് റിലീസിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിടത്താണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേതൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാർ, അതായത് ഈ L360ക്കകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹം തന്നെ പറയുന്നു അതിൻ്റെ കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. ലാലേട്ടൻ അപ്പോൾ എമ്പുരാൻ്റെ മറ്റേതൊരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് ലാലേട്ടന് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് L360 എന്ന് താൽക്കാലികമായി അനൗൺസ് ചെയ്തിരിക്കുന്ന ആ പേരിലുള്ള സിനിമ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന്. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ വളരെ അത്ഭുതപൂർവ്വം ചോദിക്കുന്നു, അപ്പോൾ അത് പൂർത്തിയായില്ലേ എന്ന്. അപ്പോഴാണ് ഇദ്ദേഹം കുറച്ചുകൂടെ വിശദീകരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു പക്ഷേ L360 എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ കണക്ക് എമ്പുരാൻ്റെ തിരക്കുകളുടെ ഇടയിൽപ്പെട്ടാൽ ലാലേട്ടൻ പെട്ടെന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കി പുറത്തു വന്നാലും ഈ പറയുന്ന കണക്ക് ബസുക്ക എപ്പോൾ റിലീസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ റാമിൻ്റെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുമെന്നോ പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ്. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ബിഗ് ബിയുടെ 2ാം ഭാഗമെന്ന് നമ്മൾ അറിയപ്പെടുന്ന ബിലാൽ എന്ന സിനിമയാണ്. ബിലാൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പം ബിലാലിനകത്ത് മമ്മൂക്കയുടെ ഒപ്പം ഏതാണ്ട് പ്രാധാന്യമുള്ള മനോജ് കെ ജയൻ അത്തരത്തിലുള്ള റോൾ കൈകാര്യം ചെയ്തിരുന്നു. മനോജ് കെ ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു ഒരിടത്ത് ബിലാലിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ് ഒക്കെ എല്ലാം ഫിക്സ് ചെയ്തു. അത് മനോജ് കെൻ്റെ 28 30 ഒരു മാസത്തിനടുപ്പിച്ചുള്ള ഡേറ്റും മനോജ് കെൻ അവർക്ക് കൊടുത്തു. ലൊക്കേഷനും ഒക്കെ തീരുമാനിച്ചു. ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് വരെ അനൗൺസ് ചെയ്ത സമയത്താണ് എല്ലാം, അതായത് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നത്. ലോക്ക്ഡൗൺ വന്നതിന് ശേഷം പിന്നെ ഈ സിനിമയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ആരോട് ചോദിച്ചിട്ടും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. പകരം അന്ന് നമുക്കറിയാം മനോജ് കെ ജയൻ ഇല്ലാതെ മമ്മൂക്കയും അമൽ നീരദൂടെ ആ സമയത്ത് ഭീഷ്മോർമ്മ എന്നൊരു സിനിമയാണ് ഷൂട്ട് ചെയ്ത് തിയേറ്ററിലെത്തിച്ച് അതൊരു വലിയ വിജയമായി തീരുകയും ചെയ്തു. പക്ഷേ മനോജ് കെ ജയൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് മനോജ് കെ ജയൻ ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങളുടെ ഡേറ്റ് വാങ്ങിച്ചിട്ടാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് ഡേറ്റ് വരെ നിശ്ചയിച്ച് നമ്മൾ പറഞ്ഞ കണക്ക് ഇന്നടത്ത് വെച്ച് ആദ്യത്തെ ഷോട്ട് എടുക്കും, അതായത് ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് പറയുന്ന തീരുമാനിച്ചെടുത്ത് വെച്ചിട്ട് ഇപ്പം ഇത് ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു അറിവ് പോലും ഈ സിനിമയെക്കുറിച്ചില്ല. ഡയറക്ടറോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരവില്ല, മമ്മൂക്കയ്ക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം ഈ ഷൂട്ടിങ് ഇപ്പം മനോജ് കെ ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഒരു ഡേറ്റ് കൊടുത്ത കാര്യം പറഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ മറ്റാരും ഇത്തരത്തിലുള്ള ഡേറ്റ് സിനിമയ്ക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ, കൊടുത്ത കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അതുപോലെ ഒരു ഷൂട്ടിംഗ് ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്ത് സിനിമ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന കാര്യം മനോജ് കെ ജയൻ ഇപ്പോൾ പുറത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം വിചാരിച്ചതിനായിരുന്നു ഒരു പക്ഷേ ഇതിൻ്റെ തിരക്കഥയോ തിരക്കഥയോ ഒന്നും പൂർത്തിയായിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടായിരിക്കും ഇത് തുടങ്ങാത്തത്. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും ആ സിനിമ പിന്നീട് ലോക്ക്ഡൗണിന് ശേഷം എന്തുകൊണ്ട് ഷൂട്ടിംഗ് നടത്തി അത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിനിമകളെല്ലാം എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് ആരംഭിച്ച് അത് പൂർത്തിയായി തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പ്രേക്ഷകർ, ഇവരുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയൊക്കെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നടപടികൾ ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെ നടീനടന്മാരുടെ ഭാഗത്തുനിന്നും മറ്റ് സംവിധായകരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.